സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയാണ്. കൊച്ചിയിൽ രാത്രിയിൽ തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ല. റോഡിൽ വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷവുമാണ്. തൃശ്ശൂര്, എറണാകുളം, ഇടുക്കി 3 ജില്ലകളിൽ റെഡ് അലേർട്ടുമാണ്. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഗുഡ് മോർണിംഗ്. രാവിലെ എങ്ങനെയാണ് മഴ? അല്പം തോന്നിയിട്ടുണ്ടോ അതോ മഴ കനക്കുകയാണോ? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. ഇതെന്ത് ഭാവിച്ചാണെന്ന് അറിയുന്നില്ല. ഇടുക്കിയിലും കോട്ടയത്തും ഒക്കെ മഴയുണ്ടെന്ന് പ്രേക്ഷകർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരിടത്തും അവധിയും പ്രഖ്യാപിച്ചിട്ടില്ല. വെള്ളക്കെട്ടിന്റെ അവസ്ഥ എന്താ സജു ദേവസ്യ? ഡോക്ടർ അരുൺകുമാർ, എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴയാണ്. പുലർച്ചെ വരെ ശക്തമായ മഴയായിരുന്നു. ഇപ്പോൾ മഴ ഒന്ന് ദുർബലപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമാണ്. പക്ഷേ വെള്ളക്കെട്ടിന് യാതൊരു കുറവുമില്ല. ജില്ലയുടെ എല്ലായിടങ്ങളിലും വെള്ളക്കെട്ട്. താഴ്ന്ന പ്രദേശങ്ങൾ, അല്പം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ടാണ്. ഞാൻ നിൽക്കുന്ന ഒരു തോട്ടിലല്ല, ഇതൊരു പാതയാണ്. VR തങ്കപ്പൻ റോഡാണ് കളമശ്ശേരി നഗരസഭയിലെ. ഇത് പൂർണ്ണമായും മുങ്ങിയിട്ടുണ്ട് എന്ന സ്ഥിതിയാണ് തൊട്ട് ചേർന്ന് പോകുന്നത്. അതായത് ഇതിപ്പോൾ ഇതിനോട് ചേർന്ന് കാണുന്ന ഒരു കനാലാണ്, വെള്ളം പോകുന്ന കനാലാണ്. പക്ഷെ കനാൽ ഏതാണ്, റോഡ് ഏതാണ്, തോട് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു വെള്ളക്കെട്ട് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, ഇവിടെ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഒരു 6-7 വർഷങ്ങളായിട്ട് വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായിട്ട്. നേരത്തെ ചെറുതായിട്ടൊക്കെ വെള്ളം പൊങ്ങുമെങ്കിലും ഒരു 5-6 വർഷമായിട്ട് രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇത്ര കുറവാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതിലും ഒരടിയും കൂടിയൊക്കെ വെള്ളം നന്നായിട്ട് പൊങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോൾ മഴ, എനിക്ക് തോന്നുന്നു മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. നല്ല മഴക്കാറുണ്ട്, ഇരുണ്ടിരിക്കുകയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഇനിയും പൊങ്ങും. ഈ പരിസരത്തുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറും. ഇവിടെയൊക്കെ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു അവരൊക്കെ മാറി താമസിച്ചെന്ന് തോന്നുന്നു പലരും. ഈ തോടിനെ ഈ ഭാഗം ഇത്തിരി താന്ന് കിടക്കുന്നത് അവിടെ മുതൽ ശരിക്കും ഒരു കനാലാണല്ലേ വെള്ളം ഒഴുകുന്നൊരു? ഇത് കനാലാണ്, തോടാണ്. നേരത്തെ അത് വലിയ തോടായിരുന്നു. പിന്നെ റോഡിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് തോട് കുറച്ച് വീതി കുറച്ചു. അതുമല്ല, ഈ ചുറ്റുപാടും പരിസരങ്ങളിലൊക്കെ പാടമൊക്കെ ആയിരുന്നു. ഇപ്പൊ എല്ലാം നികത്തി വീടുകളൊക്കെ ആയതോടെ എല്ലായിടത്തും വരുന്ന വെള്ളം ഇങ്ങോട്ട് തന്നെ വരുന്നത്. അതുകൊണ്ട് ഇവിടെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇരുചക്ര വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ കൂടി കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് രാവിലെ പാല് വാങ്ങിക്കാനും കടകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ജോലിക്കും ഒക്കെ പോകുന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല, മിക്കവാറും ഇവിടങ്ങളിൽ, അതായത് വൈറ്റില കണിയാമ്പുഴ റോഡ്, കളമശ്ശേരിയിലെ ഏലൂർ നഗരസഭയിലെ പാതാളം ഉൾപ്പെടുന്ന മേഖല എന്ന് തുടങ്ങി നഗരം എടുക്കുകയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ മിക്കയിടങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഇപ്പോൾ മഴയുടെ ഒരു ശക്തി രാവിലെ ആയപ്പോൾ ഒരല്പം കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ഇങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ മുഴുവൻ അല്പം കൂടി വെള്ളം കയറിയാൽ സമീപ വർഷങ്ങളിലൊക്കെ സംഭവിച്ചതുപോലെ വീടുകളിലേക്ക് വെള്ളം കയറും എന്ന ആശങ്കയുണ്ട് എന്ന് ആളുകൾ പറയുന്നു. നമുക്കറിയാം, ഈ പോകുന്ന ആളുകൾ പാല് വാങ്ങിക്കാൻ പോകുന്നതാണ്. ഇതുവഴി നടന്നു പോവുക പ്രയാസമാണ്. അങ്ങനെ അല്പം താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഈ ഇടങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ മാറി നിന്നതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഇന്നലെ രാത്രി പെയ്ത അതിശക്തമായ മഴയാണത്. പുലർച്ചെ വരെയും ഈ ശക്തമായ മഴ ലഭ്യമായിരുന്നു. ഇവിടെ കൗൺസിലടക്കമുള്ള ആളുകളുണ്ട്. കാരണം ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയൊക്കെ വലിയ പ്രയാസമായി. എന്ന് മാത്രമല്ല, സാംക്രമിക രോഗങ്ങളുടെ പ്രശ്നമുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഇവിടെ ഒരു പാൽ സൊസൈറ്റിയാണ്. പാൽ സൊസൈറ്റിയിൽ മുഴുവൻ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വലിയ ഒരു ഇതാണോ അവസ്ഥ സജോ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ സങ്കടം വരും. ഒരു മഴ പെയ്ത ഇവിടുത്തെ സ്ഥിതി ഇതാണോ? ഒരു മഴ ശരിക്കും പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സ്ഥിതി ഇത് തന്നെയാണ്. 2-3 ആഴ്ച മുമ്പ് ആ മഴയ്ക്കും ഇത് തന്നെയായിരുന്നു അംഗം. ഇതാണ് ഈ കനാലാണല്ലോ ഇത് കനാലാണ്. രാവിലെ ഇത് കാണാനുണ്ടായിരുന്നില്ല. ഇതില്ലേ, മുകളിൽ വെള്ളമായിരുന്നു. ഇപ്പൊ മഴ നിന്നല്ലോ. മഴ നിന്ന് കഴിഞ്ഞാൽ കുറേ ഉണ്ട്. വെള്ളം ശരിക്കും വലിഞ്ഞു പോകുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ക്ലീനിങ് നടന്നിട്ടുണ്ട്. സജോ, ക്ലീനിങ് നടന്നിരിക്കുന്നത് കൊണ്ട് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നത് ഇതുവഴിയല്ലേ? കനാലും റോഡും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ആ അമ്മയൊക്കെ പോകുന്നു, കനാലിലെങ്ങാനും വീഴുവോ പാവം? അയ്യോ, സ്ലാബ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അവിടെ സ്ലാബ് ഇട്ടിട്ടുണ്ട്. പക്ഷേ സൂക്ഷിച്ചു പോകണം എന്നതാണ്. കാരണം ഈ കാണുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുള്ളത് കൊണ്ട് ആളുകൾ ശ്രദ്ധിക്കുമായിരിക്കും. അല്ലെങ്കിൽ ഇത് നല്ല ആഴമുള്ള ഈ ഭാഗത്ത്, ഈ കമ്പിയുടെ ഈ ഫെൻസിങ്ങിന്റെ എതിർഭാഗത്ത് നല്ല ആഴമുള്ള ഒരു തോടാണ്. അപ്പോൾ സൂക്ഷിച്ചും മറ്റും ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം. കുട്ടികളെ കൊണ്ട് മാതാപിതാക്കൾ തന്നെ കടത്തി വിടുകയാണ്. കാരണം വലിയൊരു അപകടം ഇവിടെയുണ്ട്. ഇവിടെ നേരത്തെ നമ്മളോട് സംസാരിച്ചത് ഇവിടുത്തെ കൗൺസിലറാണ്. അദ്ദേഹം അടക്കമുള്ള ആളുകളുണ്ട്. ഈ ഭാഗത്ത് കാണുന്നത് ഒരു വലിയ ആഴമുള്ള തോടാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ അത് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദൃശ്യങ്ങൾ സജോ പറഞ്ഞതുപോലെ, സജോ നിൽക്കുന്നത് ഒരു തോട്ടിലാണ്, അല്ല റോഡിലാണ്.
തോടാണ് എന്ന് പ്രേക്ഷകർക്ക് കരുതും. അതിന് തൊട്ടപ്പുറത്ത് റോഡുണ്ട്, തോടുണ്ട്. ഇത് ആളുകൾക്ക് മനസ്സിലാവാതെ പോയാൽ ആ കുഴി വീഴുകയും ചെയ്യും. കൊച്ചു പിള്ളേരൊക്കെ പോകുന്നതാണ്, സ്കൂളിൽ പോകുന്ന സമയത്താണ്. പ്രത്യേകിച്ച് സൂക്ഷിച്ച് നിങ്ങൾ കൊണ്ടുപോവുക. പലയിടങ്ങളിലും താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സഞ്ജു ദേവസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രേക്ഷകരെ മറക്കേണ്ട, തൃശ്ശൂർ, ഇടുക്കി, എറണാകുളം 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയെ നമ്മൾ അവഗണിക്കേണ്ട കാര്യമില്ല.